ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയ അതിനുള്ള അവസരം എനിക്ക് തന്ന പ്രിയപ്പെട്ട വാസുവേട്ടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലും പ്രണാമം. ഏറെ പ്രിയങ്കരനായ ഇന്ന് ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്ന പ്രിയ സുഹൃത്ത് വെങ്കടേഷ് രാമകൃഷ്ണൻ, സദസ്സിൽ ഉപവിഷ്ടരായ ട്രസ്റ്റ് അംഗങ്ങളായ ഏറെ ആരാധ്യനായ ഹരിദാസേട്ടൻ, സാഹിത്യകാരന്മാരായ കാനേഷ് പുനൂർ കരുണാകരൻ, രാമോഹൻ സർ, MTയുടെ പ്രിയങ്കരനായ നമ്പ്യാരേട്ടൻ തുടങ്ങി സദസ്സിലെ പ്രിയമുള്ളവരെ, അടുത്ത ഒരു സെഷനോടുകൂടി 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രണാമം MT തുഞ്ചനോത്സവത്തിന് തിരശ്ശീല വീഴുകയാണ്. ഈ 5 ദിവസങ്ങളിലും ഇതുവരെ നടന്ന എല്ലാ സെമിനാറുകളിലും ചർച്ചകളിലും ഡിബേറ്റുകളിലും ഒക്കെ ഏറ്റവും അധികം ഉച്ചരിക്കപ്പെട്ട 2 അക്ഷരം MT എന്ന് തന്നെയായിരുന്നു. സ്വാഭാവികം. ഞാനും MTയും അല്ലെങ്കിൽ എനിക്കും MTക്കും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചവരിൽ ഭൂരിഭാഗം പേരും MTയുമായുള്ള പരിചയത്തെക്കുറിച്ച്, അടുപ്പത്തെക്കുറിച്ച്, അതിൻ്റെ ആഴങ്ങളെക്കുറിച്ചൊക്കെയാണ് വളരെ വിശദമായി സംസാരിച്ചത്. മറ്റ് വിഷയങ്ങളെക്കാൾ കൂടുതലായിട്ട് അതേപ്പറ്റി പറയാനായിരുന്നു എല്ലാവർക്കും വ്യഗ്രത. അതും തികച്ചും സ്വാഭാവികമാണ്. കാരണം അടുത്തറിഞ്ഞവർക്കെല്ലാം അദ്ദേഹം എന്താണെന്ന്, അദ്ദേഹത്തിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ അനുഭവങ്ങൾ കൂടുതലില്ല. മറ്റൊന്നും കൊണ്ടല്ല, അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ തറവാട്ടിലെ ഒരു വലിയ കാരണവർ, വലിയ മാമ എന്നൊക്കെ പറയുന്ന ഒരാൾ ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഒരു അകലം, ഒരു സ്പേസ് വിട്ടിട്ടാണ് എപ്പോഴും നിൽക്കുക. ആ നിൽക്കുന്ന 94 മുതൽക്ക് ഈ 2024 വരെ അങ്ങനെ തുടർന്ന ആളാണ് ഞാൻ. 2023 ഏപ്രിൽ മാസം 14-ാം തീയതി, അതായത് മേടം 1-ാം തീയതി, അന്നാണ് വാസുവേട്ടനും നന്ദേട്ടനും കൂടി താല്പര്യമെടുത്ത് ഈ ട്രസ്റ്റിലൊരു എന്നെ മെമ്പറാക്കുന്നത്. ഉച്ചയ്ക്ക് നന്ദേട്ടൻ പറഞ്ഞു, അങ്ങനെ എന്നെ ട്രസ്റ്റിലേക്ക് എടുത്തിട്ടുണ്ട്, വാസുവേട്ടൻ അവിടെ കോട്ടേജിലുണ്ട്, ഒന്ന് പോയി കണ്ടിട്ട് പോയിക്കോളൂ. ഞാനിവിടെ വന്നു. ഞാൻ വരുമ്പോൾ കണ്ട കാഴ്ച ഒരുപാട് പറഞ്ഞ സംഭവം തന്നെയാണ്. കയ്യിലൊരു ബീഡിയുണ്ട്, ഈ 2 വിരലുകടയിൽ ഒരു പരിപ്പ് വടയുടെ കഷ്ണമുണ്ട്, ഇടത്തെ കയ്യിൽ ചായയുണ്ട്. അപ്പോൾ ഞാൻ പോയി അടുത്ത് നിന്നപ്പോൾ കണ്ണുകൊണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളിവിടെ ശിവനും ഭൂതകാതങ്ങളൊക്കെ ഉള്ള പോലെയാണ്. വാസുവേട്ടൻ കണ്ണുകൊണ്ട് കാണിച്ചാൽ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, ഒന്ന് മൂളിയാൽ മതി എന്താണെന്ന് മനസ്സിലാവും. അതുപോലെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചു അവിടെ ഇരിക്കാൻ. ഞാൻ അവിടെ തന്നെ നിന്നു. രണ്ടാമത് ഒന്നും കൂടി കാണിച്ചു. അപ്പോൾ അത് നിർബന്ധമാണ് എന്ന് മനസ്സിലായി. ഞാൻ ഈ പകുതി ഇങ്ങനെ ചന്തയിൽ ഇരിക്കുക എന്ന് പറയില്ല, അതുപോലെ തന്നെ പകുതി ഇങ്ങനെ ഇരുന്നോ ചോദിച്ചാൽ ഇരുന്നു, ഇല്ലയോ ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു. അടുത്ത ചോദ്യം, നന്ദൻ പറഞ്ഞല്ലേ വിവരങ്ങളൊക്കെ? അക്ഷരങ്ങളിങ്ങനെ ഇപ്പോഴും പോയിട്ടില്ല മനസ്സിൽ നിന്ന്. പറഞ്ഞു. കുറച്ച് കാലമായിട്ട് ഞങ്ങളിത് ആലോചിക്കുന്ന കാര്യമാണ്, ഇപ്പോഴേ അതിൻ്റെ സമയമായിട്ടുള്ളൂ. അപ്പം ഞാൻ മറുപടി പറഞ്ഞു, വാസുട്ടാ എനിക്ക് പറ്റുന്നാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അതുപോലെ ചെയ്യാം. അറിയാം, ഇനി ഇതൊക്കെ അധികാരത്തോടുകൂടി ചെയ്തോളൂ എന്ന്. അടുത്ത വാക്കതാണ്. കുറച്ച് തിരക്കുണ്ട് അറിയാം, കുറേ കാര്യങ്ങൾ ഇടപെടേണ്ടെന്ന് അറിയാം, കുറച്ചുകൂടി സമയം തുഞ്ചപ്പറമ്പിന് വേണ്ടി ചെലവഴിക്കണമെന്ന് ചെയ്യാം. ഇതാണ് അടുത്ത് ഇടപഴകിയിട്ട് എനിക്കുണ്ടായിട്ടുള്ള ഏക സന്ദർഭം എന്ന് പറയാം. പിന്നീട് കഴിഞ്ഞ തുഞ്ചോത്സവം നടക്കുന്ന സമയത്ത് തലേ ദിവസം ഞാൻ പലരോടും പങ്കുവെച്ചു, 1.5 മണിക്കൂർ കിട്ടി. അതിന് ഞാനല്ല കാരണക്കാരൻ, വേണുവേട്ടനാണ്. കൽക്കട്ട വേണുവേട്ടനും അദ്ദേഹത്തിനുള്ള അടുപ്പം, വേണുവേട്ടനും അദ്ദേഹവും കൂടി ഉണ്ടായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ, കൽക്കട്ടയിലുള്ള സ്വകാര്യ സന്ദർഭങ്ങൾ വേണുവേട്ടൻ പറയാറുണ്ട്. അപ്പോൾ വേണുവേട്ടൻ എന്തും ചോദിക്കാം. വേണുവേട്ടൻ അങ്ങനെ ചോദിക്കുമ്പോൾ അന്ന് അദ്ദേഹം ഈ 1.5 മണിക്കൂർ സംസാരിച്ചത് സലീൽ ചൗധരിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന കഥ, രാമുകരിയാട്ടിന് പരിചയപ്പെടുത്തി കൊടുത്ത കഥ, ബോംബെ രവിക്ക് പരിണയം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതിൻ്റെ കഥ, അതിൻ്റെ പുറകിലുള്ള കഥ, അതേ സ്മാർത്ഥോചാരത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത കഥ, ബോംബെ രവിക്ക് ആ പേരിട്ട കഥ, ബോംബെ രവി എന്ന പേര് അദ്ദേഹം ഇട്ട പേരാണ് ആ കഥ. ഇതൊക്കെ 1.5 മണിക്കൂറാണ്. ഈ 1.5 മണിക്കൂറും നേരത്തെ ഇവിടെ പ്രാസംഗികർ പറഞ്ഞ പോലെ എവിടെ ഒരു തപ്പിപ്പഴം ഉണ്ടായിട്ടില്ല. ആകെ അദ്ദേഹത്തിന് മറന്നു പോയത്
സലീൽ ചൗധരിയെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ച ലോഡ്ജിൻ്റെ പേര് ഇങ്ങനെ ആലോചിച്ച് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾക്കറിയുന്ന അളകാപുരി, മഹാറാണി അങ്ങനെ ചോദിച്ചപ്പോൾ അതൊന്നുമല്ല, തലയാട്ടിയും കൊണ്ടിരുന്നു. ലാസ്റ്റ് സതീശേട്ടൻ ചോദിച്ചു, ഉണ്ണിമാമേ ഇമ്പീരിയലാണോ ചോദിച്ചു. അതെ. ഈ അതേന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് കാണുന്നതായിരുന്നു. തെളിഞ്ഞ് ഭയങ്കര ആവേശമുണ്ട് വന്നത്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ കേട്ടിരുന്നു. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് അന്ന് റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടായില്ല എന്ന്. അത്രമാത്രം ഹൃദ്യമായിരുന്നു. ഇതാണ് അദ്ദേഹമായുള്ള പരിചയം. പക്ഷേ കുട്ടിക്കാലത്ത് വായിച്ച പുസ്തകങ്ങളില്ലേ, ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു വല്ലാ സ്വപ്ന ലോകത്തായിരുന്നു ഞാൻ. കാരണം ഞാനൊന്നും സ്വപ്നം കാണാൻ വയ്യാത്ത ഒരു പദവിയാണ് അദ്ദേഹം തന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പദവി. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ട്രസ്റ്റിൽ മെമ്പറായിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പരമാൻ സന്തോഷം എന്താ വേണ്ട? ഒന്നും വേണ്ട. ആ ഭാഗ്യം കിട്ടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഇവിടെ എല്ലാവരും പറഞ്ഞു ഭൗതികമായിട്ടുള്ള MT മാത്രമേ ഇവിടെ ഇല്ലാത്തുള്ളൂ, ആ ഭൗതിക ശരീരമേ ഇവിടെ ഇല്ലായിട്ടുള്ളൂ, അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന്. ഞാൻ വെങ്കടേഷ് രാമകൃഷ്ണനോട് പറയായിരുന്നു, ഇവിടെ വന്ന പലരും അദ്ദേഹം താമസിക്കുന്ന കോട്ടേജിൻ്റെ മുന്നിൽ വരെ പോയി മടങ്ങി പോകുന്ന സംഭവം ഉണ്ടായി തവണ. വെറുതെ പറയുന്നതല്ല ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും എനിക്കും തോന്നിയത്. അത്രമാത്രം ഈ മണ്ണിനോട് ചേർന്ന് നിന്ന, ഇതിനെ സ്നേഹിച്ചൊരു വ്യക്തി, ഇതിനു വേണ്ടി ജീവിച്ച വ്യക്തി എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിൻ്റെ ഈ സ്മരണകൾ വീണ്ടും അതിനി തുടർന്നുകൊണ്ടേയിരിക്കും. സാധാരണ കുറേ കാലം കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമെന്ന് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, തുഞ്ചൻ പറമ്പ് ഉള്ളിടത്തോളം കാലം MTയുടെ ഓർമ്മകളും നിലനിൽക്കും. അത് സംശയമൊന്നുമില്ല. അത് നിലനിർത്താൻ ട്രസ്റ്റ് അംഗങ്ങൾ ബാധ്യസ്ഥരുമാണ്, പ്രതിജ്ഞാബദ്ധരുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തത്തിലേക്ക് കിടക്കാം. MTയെക്കുറിച്ച് പറയുമ്പോൾ ഒപ്പം പറയാവുന്ന ഒരു പേരാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ്റെ. തുഞ്ചൻ പറമ്പിൻ്റെ ഒരു സഹയാത്രികനാണ്, അഭ്യുതകാംക്ഷിയാണ്. ഇവിടെ MT ആഗ്രഹിച്ച പല എഴുത്തുകാരെയും സാഹിത്യകാരന്മാരെയും ഈ തുഞ്ചൻപറമ്പിലേക്ക് എത്തിച്ചൊരു വ്യക്തിയാണ്. കൊണ്ടുവരാൻ MT പറയും, ശരി പറയും, അത് അദ്ദേഹം കൊണ്ടുവരും. അത്രമാത്രം പറയാൻ MTക്ക് ഇഷ്ടപ്പെട്ട, ചുരുക്കം അങ്ങനെ ഇഷ്ടപ്പെട്ട കുറേ വ്യക്തികളുണ്ട്. അതിൽ പെട്ട ഒരാളായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. പുറത്തുനിന്ന് കണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴുള്ള MTയുടെ ആ സംസാര ശൈലി നമുക്കറിയാം, എങ്ങനെയാണ് അദ്ദേഹത്തിനെ നോക്കി കാണുന്നതുള്ളത്. അത് മനസ്സിലാക്കിയതാണ്. അദ്ദേഹത്തെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്ന ഒരു എന്താ പറയുക, കുറച്ച് കടന്ന കൈയാണ്. കാരണം എല്ലാവർക്കും അത്രമാത്രം സുപരിചിതരാണ്. കണ്ണൂരിൽ നിന്ന് SN കോളേജിൽ നിന്ന് തുടങ്ങി അങ്ങനെ ദേശാഭിമാനിയിൽ കൂടെ, അത് കഴിഞ്ഞ് ഫ്രണ്ട് ലൈന് ഹിന്ദുവിലൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ തൻ്റെ കർമ്മപഥം തുടർന്ന ഒരു വ്യക്തി. എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ് നിലയ്ക്ക് നമ്മൾ മലയാളികൾ അടുത്ത കാലത്തുള്ള ഈ തലമുറയിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള വ്യക്തി അദ്ദേഹമായിരിക്കും. പുസ്തകങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് തോന്നുന്നു, എനിക്ക് ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ AAP അരവിന്ദ്, അത് വായിച്ച് എനിക്കൊരു ഓർമ്മയുണ്ട്. അതിനെക്കുറിച്ച് വന്ന കാര്യങ്ങളെ വായിച്ച്, പുസ്തകമെല്ലാം വായിച്ച് അതിൽ 2 കാര്യം പറയുന്നുണ്ട്. വാഗ്ദാനങ്ങളും ചതിക്കുഴികളും, പിറ്റ്ഫാൾസ്. അത് വായിച്ചൊരു ഓർമ്മ മാത്രമുണ്ട്. പിന്നെ ഒരു 40 വർഷം നീണ്ടു നിൽക്കുന്ന മാതൃഭൂമി ബുക്സ് ഇറക്കിയ പുസ്തകത്തിൻ്റെ പേര് ഓർമ്മയില്ലാത്തതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, വഴിയിട്ട യാത്രകൾ. ഞാൻ വായിച്ചിട്ടില്ല സത്യത്തിൽ. പക്ഷേ ഈ പുസ്തകം ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വായിച്ചു. അങ്ങനെ രചനയുടെ കാര്യത്തായാലും ശരി, ഒരു പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ് നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ ആ ശൈലിയോട് ഒരുപാട് ഇഷ്ടം തോന്നിയ ആളാണ്. രാഷ്ട്രീയം പൊതുവെ ഇഷ്ടപ്പെടുന്ന ആളാവുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. എന്തായാലും അങ്ങനെ വ്യക്തിയാണ് ഇന്ന് സാഹിത്യപത്രാധിപർ എന്ന വിഷയത്തെക്കുറിച്ച് MTയും സാഹിത്യപത്രാധിപരും എന്നൊരു വിഷയത്തെ സംസാരിക്കുന്നത്. അതിവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. അടുത്ത തലമുറയിലെ ഒരുപാട് ഇന്ന് സാഹിത്യ മേഖലയിൽ വിരാജിക്കുന്ന ഒരുപാട് പേരെ വളർത്തിയെടുക്കുന്നതിൽ MT വഹിച്ച പങ്ക്. ആ കാലഘട്ടത്തിൽ MTയുടെ കൃതികൾ വന്നിരുന്നത് മാതൃഭൂമിയിലല്ല എന്നതും എല്ലാവരും സൂചിപ്പിച്ച കാര്യമാണ്. അത്രമാത്രം ശ്രദ്ധാലുവായിരുന്നു ഒരു പത്രാധിപർ എങ്ങനെയാണ് ആ റോള് നിർവഹിക്കേണ്ടത് എന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു എന്ന് വൈശാഖ മാഷ് വരെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ നിരസിച്ച കഥ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എഴുത്തുകാരനായതെന്ന് വൈശാഖ മാഷ് സന്തോഷത്തോടെ പറഞ്ഞ് നമ്മൾ കേട്ടു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറയുന്ന വ്യക്തിയാണ് ഇവിടെ ഉള്ളത്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തായാലും ഈ പ്രിയ സുഹൃത്തിനെ ഏറെ സാദരം നിങ്ങൾക്ക് വേണ്ടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് കേൾക്കാനായി എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് പ്രഭാഷണത്തിനായി വെങ്കടേഷ് രാമകൃഷ്ണനെ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്ത് വിക്രമകുമാർ പറഞ്ഞതുപോലെ എന്നെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഏതാണ്ട് 20 വർഷമായി തന്നെ ഞാൻ തുഞ്ചൻ പറമ്പിലെ പല പരിപാടികളിലും പല വേദികളിലും സ്ഥിര സാന്നിധ്യം എന്നോണം ഉണ്ടായിട്ടുള്ള ഒരാളാണ്.
എം ടിയുമായുള്ള അദ്ദേഹത്തിൻ്റെ വാത്സല്യം, അദ്ദേഹത്തിൻ്റെ സാധാരണഗതിയിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടാകാറുണ്ട് എന്ന് പറയാനുള്ള വളരെ നിയന്ത്രിതമായിട്ടുള്ള ഇടപെടലിനപ്പുറമുള്ള സ്വതന്ത്രമായ ഇടപെടലുകളുടെ ഒരു ആനന്ദം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ വിക്രമൻ പറഞ്ഞതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ നേരെ ആ കോട്ടേജിലേക്ക് നമ്മളറിയാതെ നമ്മുടെ കാലുകൾ നീങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയ പത്രപ്രവർത്തകൻ ആയ ഞാൻ എം ടി എന്ന് പറയുന്ന സാഹിത്യ പത്രാധിപത്യത്തിലെ അല്ലെങ്കിൽ ലിറ്റററി എഡിറ്റർഷിപ്പിലെ ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റുകളിൽ ഒരാളുടെ, തീർച്ചയായിട്ടും കേരളം എം ടിക്ക് തുല്യം നിൽക്കുന്ന ഒരു ലിറ്റററി എഡിറ്ററെ അതിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇന്ത്യയിലും നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ശ്രീനിവാസൻ രാമാനുജനെ പോലെയൊക്കെയുള്ള ചില ആൾക്കാർ ഉണ്ടായേക്കാം. പക്ഷേ എം ടിക്ക് തുല്യം നിൽക്കുന്ന ഒരു സാഹിത്യ പത്രാധിപർ ഇന്ത്യയിലും നമുക്ക് വിരളമായി മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ലോക സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ചും 20-ാം നൂറ്റാണ്ടിലെ ലോക സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ, 21-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് നിർമ്മിക്കപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. 20-ാം നൂറ്റാണ്ടിൻ്റെ ലോകസാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിലുണ്ടായിരുന്ന വലിയ ലിറ്റററി എഡിറ്റർമാരായ ഏണസ്റ്റ് ഹെമിംഗ്വേയും സ്കോട്ട് ഫിറ്റ്ജെറാൾഡും ഒക്കെ എം ടിക്ക് വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരാണ്. ഹെമിംഗ്വേ ഒരു വലിയ രീതിയിൽ ആന്തരികവൽക്കരിക്കുക വരെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എം ടിയുടേത്. അപ്പം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എം ടി എന്ന് പറയുന്ന സാഹിത്യ പത്രാധിപരെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയാണ്, എം ടി കണ്ടെടുത്ത പല തലമുറയിലുള്ള സാഹിത്യകാരന്മാരെ പറ്റി നമ്മൾ പറയാറുണ്ട്. അത് തീർച്ചയായും എം ടി എന്ന സാഹിത്യ പത്രാധിപരുടെ സംഭാവനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷെ അതിനപ്പുറമുള്ള ഒരു ഗ്ലോബൽ പ്രസൻസ്, അതിനപ്പുറമുള്ളൊരു ആഗോള പ്രസക്തി എം ടി എന്ന് പറയുന്ന ലിറ്റററി എഡിറ്ററുടെ, സാഹിത്യ പത്രാധിപരുടെ പ്രവർത്തനത്തിനുണ്ട്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു ട്രാക്ക് റെക്കോർഡാണ്. ആ ട്രാക്ക് റെക്കോർഡ്, അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പേ എന്താണ് ഈ മാധ്യമ പ്രവർത്തനം കൊണ്ട് നമുക്ക് ആത്യന്തികമായി സാധിക്കുക എന്ന് പറയുന്നൊരു ചോദ്യം. ഞാൻ പത്രപ്രവർത്തനം തുടങ്ങി 4 വർഷം കഴിഞ്ഞപ്പോൾ 1987 കൃത്യമായി പറഞ്ഞാൽ 87 ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മുടെ കേരളം സൃഷ്ടിച്ച മറ്റൊരു മഹാമേരുവായ ജസ്റ്റിസ് VR കൃഷ്ണനുമായി 2-3 ദിവസം നീണ്ടു നിന്ന ഒരു യാത്രക്കിടയിൽ സംസാരിക്കാനിടയായി. 87 അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിൻ്റെ വെങ്കട്ടരാമനായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി.
അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പ്രചാരണത്തിനായി ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശ്, ബീഹാർ, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ തുടങ്ങിയിട്ടുള്ള ചില സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അനുയാത്ര ചെയ്യാനുള്ള അവസരം എനിക്ക് അന്ന് ലഭിക്കുകയുണ്ടായി. അന്ന് ഞാൻ ഡൽഹിയിൽ ദേശാഭിമാനിയുടെ ലേഖകനായിരുന്നു. അപ്പോൾ ആ സമയത്ത് പത്രപ്രവർത്തനം ആരംഭിച്ചിട്ട് 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. എന്താണ് പത്രപ്രവർത്തനം യഥാർത്ഥത്തിൽ സമൂഹത്തിൽ, മനുഷ്യജീവിതത്തിൽ ഒക്കെ ഉണ്ടാക്കുന്ന സ്വാധീനം എന്താണ്? ആ സ്വാധീനം എത്രമാത്രം സ്ഥായിയായിട്ടുള്ള സ്വാധീനമാണ്? ആ സ്വാധീനത്തിൻ്റെ ആഴവും പരപ്പും എന്താണ് എന്നതിനെ പറ്റിയൊക്കെയുള്ള വലിയ സംശയങ്ങൾ തലയ്ക്കകത്ത് കൊണ്ടുനടക്കുന്ന ഒരു പ്രായമായിരുന്നു. കഷ്ടിച്ച് 26 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരെ പോലെയുള്ള ഒരു വലിയ മനുഷ്യനെ അടുത്ത് കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കുറച്ച് റെട്ടറിക്കലായിട്ട് ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിയമനിർമ്മാണം, ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മൂലാധാരം എന്ന് പറയുന്നത് നിയമനിർമ്മാണം. നിയമനിർമ്മാണത്തിൽ ഒരു നിയമജ്ഞൻ അല്ലെങ്കിൽ ഒരു ഭരണകൂടം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, നിയമനിർമ്മാണത്തിൻ്റെ തലത്തിലായാലും ശരി, നിയമം നടപ്പാക്കുന്നതിൻ്റെ തലത്തിലായാലും ശരി, നിയമം കോടതികളിൽ വ്യാഖ്യാനിച്ച് അതിന് വളരെ മൂർത്തമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ശരി, അതെല്ലാം ഉണ്ടാക്കുന്ന ഫലങ്ങൾ ഏറിയും കുറഞ്ഞുമുള്ള മട്ടിൽ സ്ഥായിയാണ്, സമൂഹത്തിൻ്റെ തലങ്ങളിൽ വളരെ വലിയ സ്വാധീനമുണ്ടാക്കുന്നതാണ്. അതുപോലെ വൈദ്യശാസ്ത്രത്തിൻ്റെ മേഖലയിൽ ഡോക്ടർമാർ നടത്തുന്ന ഇടപെടലുകൾ അതും സമാനമായ രീതിയിൽ ഏറെയും കുറഞ്ഞുമുള്ള രീതിയിൽ സ്ഥായിയായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രവർത്തനവും സമാനമായ രീതിയിൽ അങ്ങനെ തന്നെ കാണണം. പക്ഷേ പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ, അയാൾ എത്രമാത്രം ഗഹനമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നാലും അതിൻ്റെ സ്വാധീനം, അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞാൽ മറ്റു ചില കാര്യങ്ങൾക്ക് വഴിമാറിപ്പോകും. അപ്പോൾ അതിന് അക്കാലത്ത് ഞങ്ങൾ പത്രക്കാരുടെയിൽ കൃഷ്ണയ്യരെ സ്വാമി എന്നാണ് സ്വകാര്യമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വാമിക്ക് സ്വാമിയുടേതായ രീതിയിലുള്ള മറുപടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, പത്രപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായി ഒബ്സർവേഷനും റിപ്പോർട്ടിങ്ങുമാണ്. നിരീക്ഷിക്കുക, അതിനെ പുറത്തു കൊണ്ടുവരിക, ഇതാണ് നിങ്ങളുടെ പണി. അപ്പോൾ അത് പലപ്പോഴും സ്ഥായിയായിട്ടുള്ള ഒരു ഫലം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ സ്ഥായിയായ ഫലങ്ങളുണ്ടാക്കുന്ന നിയമനിർമ്മാണങ്ങളടക്കമുള്ള കാര്യങ്ങളിലേക്കും മനുഷ്യരുടെ നിയമത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്കും ഒക്കെ നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള ചില ഘടകങ്ങൾ സമ്മാനിക്കാൻ പര്യാപ്തമായ കാര്യമാണ് മാധ്യമപ്രവർത്തനം, പ്രത്യേകിച്ച് റിപ്പോർട്ടിംഗ് എന്ന് അന്ന് ആ ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം പറഞ്ഞു. ഇത് ആദ്യത്തെ ദിവസത്തൊരു ചർച്ചയായിരുന്നു. 2ാം ദിവസം പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങളന്ന് ഡൽഹിയിൽ നിന്ന് സഞ്ചരിച്ച് UP കടന്ന് ബീഹാറിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയമാണ്. ബീഹാറിലേക്ക് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യമുണ്ട്, പത്രപ്രവർത്തനത്തിൽ സ്ഥായിയായിട്ടുള്ള സമൂഹത്തിൻ്റെ പല തലമുറകളിലേക്ക് സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ സ്വാധീനം ചെലുത്താവുന്ന ഒരു പത്രപ്രവർത്തന രീതിയുണ്ട്. ആ പത്രപ്രവർത്തന രീതിയാണ് സാഹിത്യ പത്രപ്രവർത്തനം, ലിറ്റററി എഡിറ്റർഷിപ്പ്. ഒരു ലിറ്റററി എഡിറ്റർ കണ്ടെത്തുന്ന ഒരു സാഹിത്യകാരൻ, അയാളുടെ സാഹിത്യത്തിൻ്റെ സ്വാധീനം തലമുറകളിലൂടെ ദശാബ്ദങ്ങളോട് നിൽക്കാം. ഒരു ലിറ്റററി എഡിറ്റർ ഉണ്ടാക്കുന്ന
ഒരു പ്രത്യേക ലിറ്റററി സാഹിത്യ പത്രപ്രവർത്തന രീതി, ആ പത്രപ്രവർത്തന രീതിക്ക് എത്രയോ തലമുറകളിലേക്ക് നീണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് അന്ന് സ്വാമി വളരെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണി കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് എങ്ങനെയാണ് സാഹിത്യ പ്രവർത്തനം സ്ഥായി ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തന മാതൃകയാണ്, അല്ലെങ്കിൽ പത്രപ്രവർത്തനത്തിൻ്റെ മേഖലയിൽ സ്ഥായിയായ സ്വാധീനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ധാര അല്ലെങ്കിൽ ഒരു ശാഖ അത് സാഹിത്യ പ്രവർത്തനമാണ് എന്ന് പറയാൻ അദ്ദേഹം, അത് അടിവരയിട്ട് പറയാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് ഫ്രാൻസിസ് ബേക്കൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള കൊട്ടേഷനാണ്. റീഡിംഗ് മേക്കത്ത് എ ഫുൾ മാൻ, കോൺഫറൻസ് എ റെഡി മാൻ ആൻഡ് റൈറ്റിംഗ് എൻ എക്സാക്റ്റ് മാൻ. വായന ഒരു മനുഷ്യനെ അയാളെ സജ്ജനാക്കി നിർത്തുന്നു. ഏത് സ്ഥിതിവിശേഷത്തെയും നേരിടാനുള്ള ഒരു റെഡിനെസ് അദ്ദേഹത്തിന് ഉണ്ടായിക്കൊടുക്കുന്നു. കോൺഫറൻസ്, റീഡിംഗ് മേക്കത്ത് എ ഫുൾ മാൻ, അങ്ങനെ ഒരു പൂർണ്ണമായിട്ടൊരു മനുഷ്യനുണ്ടാക്കുന്നു. കോൺഫറൻസ് റെഡി മാൻ, നിങ്ങൾ സംസാരിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാതരം സ്ഥിതിവിശേഷങ്ങളെയും നേരിടാൻ വേണ്ടി സജ്ജനാവുന്നു. ആൻഡ് റൈറ്റിംഗ് എൻ എക്സാക്റ്റ് മാൻ, എഴുത്ത് നിങ്ങളെ ഒരു പൂർണ്ണതയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഫ്രാൻസിസ് ബേക്കൻ്റെ ഈ ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ലിറ്റററി എഡിറ്റർഷിപ്പിനെയും സാഹിത്യ പത്രപ്രവർത്തനത്തെയും അടിവരയിട്ട ആ ഒരു സന്ദർഭം 1987 ജൂൺ ജൂലൈ മാസങ്ങളിൽ നടന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. MTയുടെ സാഹിത്യ പത്രപ്രവർത്തനത്തെപ്പറ്റിയും സാഹിത്യത്തെപ്പറ്റി തന്നെയും നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പൂർണ്ണത, സ്ഥായിയായിട്ടുള്ള ഒരു സ്വാധീനം, അത് എങ്ങനെ തലമുറകളിലൂടെ കടന്നുപോയി എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. കലശലായ ജലദോഷം കൊണ്ടാണ് ഡൽഹി വന്നത്, അതുകൊണ്ട് മാപ്പാക്കുക. അപ്പോൾ ഈ റീഡിംഗ് മേക്കത്ത് എ ഫുൾ മാൻ, കോൺഫറൻസ് റെഡി മാൻ ആൻഡ് റൈറ്റിംഗ് എൻ എക്സാക്റ്റ് മാൻ എന്നുള്ളത് MTയുടെ ലിറ്റററി എഡിറ്റർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാലും, എഴുത്തുകാരൻ എന്ന നിലയിൽ ജീവിതം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും, MT എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഐക്കണിൻ്റെ, സാംസ്കാരിക ബിംബത്തിൻ്റെ ജീവിതത്തെ സാകല്യത്തിൽ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു തുടർച്ചയാണ്. MT എന്ന ലിറ്റററി എഡിറ്റർ ഉണ്ടാവുന്നത് MT എന്ന വായനക്കാരനും MT എന്ന എഴുത്തുകാരനും ഉണ്ടായതിന് ശേഷമാണ്. MTയുടെ ഒരു സാംസ്കാരിക ധാരയിൽ, സാഹിത്യ ട്രജക്ടറിയിൽ അതിൽ ലിറ്റററി എഡിറ്ററായി മാറുന്നത് ഒരു വലിയ വായനക്കാരനും സാമാന്യം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനുമായി മാറിയതിന് ശേഷമാണ്. MT ആദ്യമായിട്ട് കഥ എഴുതിയത് 13ാമത്തെ വയസ്സിലാണെന്ന് MT അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വായന അതിനു മുമ്പേ ആരംഭിച്ചിരുന്നു. അതായത് ചെറുപ്പത്തിൽ വളരെയധികം ശാഠ്യക്കാരനായിരുന്ന, വീട്ടിലെല്ലാവരോടും വഴക്കടിച്ചിരുന്ന ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയുടെ ശാന്തനാവുന്നതും അദ്ദേഹം വീട്ടിലെ ആൾക്കാർക്ക് പ്രശ്നക്കാരനല്ലാതായി മാറുന്നതും ആദ്യമായി കൊപ്പൻ മാസ്റ്ററുടെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചപ്പോഴാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വായനയുടെ ഒരു തുടർ പരമ്പര MTയുടെ ജീവിതത്തിലുണ്ട്. അത് വായിക്കുന്ന എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കുന്നുണ്ട്. മലയാളം വായിക്കുന്നുണ്ട്, അക്കിത്തത്തിൻ്റെ വീട്ടിലെ ലൈബ്രറി ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ധാരാളമായി വായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പരാമർശിച്ച പേരുകളായ സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡും ഏണസ്റ്റ് ഹെമിംഗ്വേയും തോമസ് മന്നുമൊക്കെ MTയുടെ ചെറുപ്പത്തിൽ തന്നെ MTക്ക് വലിയ പരിചയമുള്ള എഴുത്തുകാരായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞതുപോലെ വായനയുടെ
പൂർണ്ണതയിലേക്ക് എത്തുന്നൊരു മനുഷ്യൻ. പിന്നെ റൈറ്റിങ്ങിൻ്റെ എക്സാക്ട്നെസ്സിലേക്ക് കടന്നുപോയ ശേഷമാണ് ഈ ലിറ്റററി എഡിറ്റർഷിപ്പ് എന്ന് പറയുന്ന കോൺഫറൻസിങ്, അതായത് ആൾക്കാരുമായി ചർച്ച ചെയ്തും തർക്കിച്ചും അതിനെ ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിൻ്റെ ഒരു തലത്തിൽ പരിശോധിച്ച് അതിനെ ഒരു പ്രാവർത്തികമായ രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ് വിശാലമായ അർത്ഥത്തിൽ കോൺഫറൻസ്. അപ്പം വായനയും എഴുത്തും കഴിഞ്ഞതിന് ശേഷമാണ് MT ലിറ്റററി എഡിറ്റർ ആയിട്ട് മാറുന്നത്. ലിറ്റററി എഡിറ്ററായിട്ട് MT ആരംഭിക്കുന്നത് NV കൃഷ്ണവാര്യർക്ക് കീഴിൽ 1957 മാതൃഭൂമിയിൽ ആദ്യമായിട്ട് ജോലി കിട്ടുമ്പോഴാണ് MT ആരംഭിക്കുന്നത്. പക്ഷേ ആ സമയത്തെപ്പറ്റി MTയുമായി ഏറെ സംസാരിക്കാനും MTയുടെ ഇംഗ്ലീഷിലുള്ള ഒരു ജീവചരിത്രത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം കഴിഞ്ഞ 16 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ കാര്യത്തെപ്പറ്റി ഏറെ അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു 57 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരു സബ് എഡിറ്ററായിട്ട് മാതൃഭൂമിയിൽ ചേർന്ന സമയത്ത് NV കൃഷ്ണവാര്യരെ പോലെയുള്ള ഒരു മഹാമേരുവായിരുന്നു മാതൃഭൂമിയുടെ പത്രാധിപരെങ്കിലും MTക്ക് അവിടെ സാമാന്യം നല്ല സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല സാമാന്യം നല്ല ജോലി തിരക്കും ഉണ്ടായിരുന്നു. MT ആ സമയത്ത് പറയുന്നത് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഓഫീസിൽ പല തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും 5-6 ദിവസം കൊണ്ട് ഒരു സാമാന്യം നിലവാരമുള്ള ഒരു വാരിക പുറത്തിറക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പണി ആയിരുന്നില്ല. കൂടെ ജോലിയെടുക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും അത് പല സമയങ്ങളിലും 2-3 ആൾക്കാരുടെ പണി ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. സബ് എഡിറ്റർമാർക്ക് പലപ്പോഴും അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ ആ കാലത്ത് ഇന്നത്തെ തരത്തിലുള്ള സാങ്കേതികമായ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലത്ത് അത്തരമൊരു വാരിക, അതും ശ്രദ്ധേയമായ ഒരു ധൈഷണികമായ വലിയ നിലവാരമുള്ള ഒരു വാരിക, അത് പുറത്തിറക്കുന്നതിൻ്റെ ചുമതല, അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരനായി നിൽക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം MT എന്ന് പറയുന്ന ലിറ്റററി എഡിറ്ററുടെ വളർച്ചയെ, അതിൻ്റെ വികാസത്തെ നമ്മൾ നോക്കിക്കാണാൻ. തീർച്ചയായും MTക്ക് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള മാതൃകകൾ മാത്രമായിരുന്നില്ല. MTയുടെ ചെറുകഥകളെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത്, MTയുടെ നോവലുകളെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത്, MTയുടെ ലിറ്റററി എഡിറ്റർഷിപ്പിനെ പറ്റി സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ധാര, അദ്ദേഹം എങ്ങനെ പാശ്ചാത്യ സാഹിത്യ ലോകത്തുനിന്ന്, പാശ്ചാത്യ മാധ്യമ പ്രവർത്തന രീതികളിൽ നിന്ന്, പടിഞ്ഞാറൻ നാടുകളിൽ ഉണ്ടായിരുന്ന ലിറ്റററി ജേർണലിസത്തിൻ്റെ മാതൃകകളിൽ നിന്ന് എങ്ങനെ അതിൻ്റെ ഏറ്റവും ഉദാത്തമായ അംശങ്ങൾ സ്വാംശീകരിക്കുകയും അതിനെ എങ്ങനെ ഒരു ഇന്ത്യൻ മലയാളി കോണ്ടെക്സ്റ്റിൽ, പശ്ചാത്തലത്തിൽ അതിനെ എങ്ങനെ, അതിൻ്റെ തുടർച്ച ഇവിടെ എങ്ങനെ കൊണ്ടു നടത്താം എന്നുള്ളതിനെ പറ്റിയുള്ള നിരന്തരമായ അന്വേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് MTയുടെ ലിറ്റററി എഡിറ്റർ എന്ന അദ്ദേഹത്തിൻ്റെ ആ ഐഡൻറ്റിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുക.
ഇത് 57-ൽ ചേർന്ന് കഴിഞ്ഞ കാലം മുതൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. MT അവിടെ ചേർന്ന് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് MT എന്ന് പറയുന്ന എഡിറ്ററാൽ സ്വാധീനിക്കപ്പെട്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ MT പത്രാധിപരായി ചേർന്ന് ആദ്യം സബ് എഡിറ്ററായി ജോയിൻ ചെയ്യുന്നു, പിന്നീട് പൂർണ്ണ പത്രാധിപരാകുന്നു. പൂർണ്ണ പത്രാധിപ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി, അദ്ദേഹം രാജിവെച്ച് പോയി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും പൂർണ്ണ പത്രാധിപരായി തിരിച്ചു വരുന്നു. അപ്പോൾ ആ 2 ഘട്ടങ്ങളുടെ അടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് നമുക്ക് മാതൃഭൂമി വാരികയിലൂടെ കാണാൻ പറ്റിയത് എന്നുള്ളതിൻ്റെ ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പഠനം നമുക്ക് നടത്തിക്കഴിഞ്ഞാൽ അതിലെങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർനാഷണലായിട്ടുള്ള സാർവദേശീയമായിട്ടുള്ള ഒരു സെൻസിബിലിറ്റിയെ, ആ സംവേദനക്ഷമതയെ എങ്ങനെ ഇന്ത്യൻ സാഹചര്യത്തിൽ, കേരളീയ സാഹചര്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു, അതിലെന്ത് തരത്തിലുള്ള വിജയമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 1957-ൽ അദ്ദേഹം ജോയിൻ ചെയ്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കകം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ധാര, എഡ്ഗർ വാലസ് എന്ന് പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ പറഞ്ഞ MT പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് എങ്ങനെ വലിയ ഉദാത്തമായ ക്ലാസിക്കൽ സാഹിത്യത്തോടൊപ്പം തന്നെ അദ്ദേഹം എങ്ങനെ ഡിറ്റക്റ്റീവ് സ്റ്റോറികൾ, അതുപോലെ ചെറിയ തരത്തിലുള്ള തട്ടുപൊളിപ്പൻ കഥകൾ, അതെല്ലാം എത്രമാത്രം അദ്ദേഹം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ എഡ്ഗർ വാലസിനെ പറ്റിയുള്ള ഒരു നീണ്ട ലേഖനം അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ ജോയിൻ ചെയ്തിട്ട്, അദ്ദേഹം 57-ൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 1 വർഷമാകുമ്പോഴേക്ക് തന്നെ മാതൃഭൂമിയിൽ അത് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാരെ, അതിൻ്റെ ഒരു പാരമ്പര്യം മാതൃഭൂമിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ കൂടുതൽ അദ്ദേഹം ആഴത്തിലും പരപ്പിലുമുള്ളതാക്കി മാറ്റുന്നത് നമുക്ക് ഈ 57 മുതൽ 60 വരെയുള്ള കാലഘട്ടത്തിൽ കാണാൻ പറ്റും. ഇതിൻ്റെ എല്ലാം ഇടയിൽ കൂടിയാണ് നമ്മുടെ മലയാളത്തിലെ മിക്കവാറും 3-4 തലമുറയിൽപ്പെട്ടിട്ടുള്ള എഴുത്തുകാരെല്ലാം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ, അത് NS മാധവനായാലും ശരി, സക്കറിയ ആയാലും ശരി, വൈശാഖൻ മാഷായാലും ശരി, ഏറ്റവും ഒടുവിൽ ഈ സന്തോഷ് കുമാറും സുഭാഷ് ചന്ദ്രനുമായാലും ഒക്കെ ആയാലും ശരി, ഇവരെല്ലാവരും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ എങ്ങനെ ഒരു പുതിയ നാമ്പിനെ, എങ്ങനെ നമ്മുടെ സാഹിത്യത്തിൽ ഒരു പുതിയ സംവേദനക്ഷമത കൊണ്ടുവരാൻ പര്യാപ്തരായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ കണ്ടെത്തണം, എങ്ങനെ കണ്ടെത്താൻ പറ്റും, എങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരയും കൂടെ അദ്ദേഹം സൃഷ്ടിക്കുന്നു. അപ്പോൾ 2 തരത്തിലാണ്. ഒന്ന്, ഒരേ സമയം ഒരു പാശ്ചാത്യ അന്താരാഷ്ട്ര തലത്തിലുള്ള ലിറ്റററി ജേർണലിസത്തിൻ്റെ, സാഹിത്യ പത്രപ്രവർത്തനത്തിൻ്റെ തലത്തിലുള്ള വലിയ മാതൃകകളുടെ അവരുടെ ആ പ്രവർത്തന രീതി സ്വാംശീകരിച്ചുകൊണ്ട്, അവർ സൃഷ്ടിച്ച മാതൃക സ്വാംശീകരിച്ചുകൊണ്ട് അതിനെ എങ്ങനെ ഇന്ത്യൻ കേരള സാഹചര്യങ്ങളുമായിട്ട് എങ്ങനെ അതിനെ അഡാപ്റ്റ് ചെയ്യാം, അതിനെ എങ്ങനെ പൊരുത്തപ്പെടുത്താം എന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം ഒരു വശത്ത്. ആ പരിശ്രമത്തിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഈ പറഞ്ഞ രീതിയിൽ പുതുതലമുറയിൽപ്പെട്ട പുതുനാമ്പുകളെ തുടർച്ചയായി കണ്ടെത്തുന്ന ഒരു ധാര, ഒരു പരമ്പര അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഈ കാര്യത്തിൽ എം ടിയുടെ സാഹിത്യത്തിലെന്ന പോലെ പലതരങ്ങളിലും എം ടിയുടെ വ്യക്തി ജീവിതത്തിലും അദ്ദേഹം ഹെമിംഗ്വേയെ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധ്യ പുരുഷനായി, ഒരു മാതൃകയായിട്ട് കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഏണസ്റ്റ് ഹെമിംഗ്വേ അദ്ദേഹത്തിൻ്റെ നോവലുകളിലേക്ക് എത്തുന്നതിന് മുമ്പേ, അദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാനാർഹിതമായ നോവലുകളിലേക്ക് എത്തുന്നതിന് മുമ്പേ അദ്ദേഹം ഒരേ സമയം അമേരിക്കയിലും യൂറോപ്പിലും റിപ്പോർട്ടർ എന്ന നിലയിലുള്ള പത്രപ്രവർത്തനം നടത്തുന്നതിനോടൊപ്പം സാഹിത്യ പത്രപ്രവർത്തനപരമായ രീതിയിൽ പുതിയ എഴുത്തുകാരെ കണ്ടെത്തുകയും അവരെ ശരിയായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനുമായിരുന്നു ഹെമിംഗ്വേ. ആ ഹെമിംഗ്വേയുടെ അതേ മാതൃകയാണ് ഹെമിംഗ്വേ ചെയ്തതുപോലെയുള്ള ആക്ച്വൽ റിപ്പോർട്ടിങ് എം ടിയുടെ സാഹിത്യ പത്രപ്രവർത്തനത്തിൽ നേരിട്ട് ഫീൽഡിൽ പോയി യുദ്ധങ്ങളോ കലാപങ്ങളോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇത് നമ്മൾ കാണില്ലെങ്കിൽ പോലും ഹെമിംഗ്വേയുടെ അതേ രീതിയിലുള്ള ഒരു പരിപ്രേക്ഷ്യം, ഒരു പേഴ്സ്പെക്റ്റീവ് തൻ്റെ സാഹിത്യ പത്രപ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ എം ടിക്ക് സാധിച്ചു. അത് സാധിച്ചതിൻ്റെ തലങ്ങൾ പലതായിരുന്നു. അത് കേവലം സാഹിത്യത്തിൽ മാത്രം ഊന്നി നിന്നുള്ള ഒരു പരിപ്രേക്ഷ്യം നിർമ്മിക്കലായിരുന്നില്ല. അതുകൊണ്ടാണ് എം ടി എഡിറ്ററായ സമയത്ത് കെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് ദൂരദർശൻ്റെ വളരെ പ്രധാനപ്പെട്ട മേധാവിയായി മാറിയ അദ്ദേഹത്തിൻ്റെ അനുഭവം എം ടി എന്ന് പറയുന്ന എഡിറ്ററുടെ സാഹിത്യ പത്രാധിപരുടെ അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകളെ പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കുഞ്ഞികൃഷ്ണനാണ് എം ടിയോട് ഡെസ്മണ്ട് മോറിസ് എഴുതിയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള, കേരളത്തിലൊക്കെ വലിയ തരംഗമായിരുന്നു ആ പുസ്തകം ഇറങ്ങിയ സമയത്ത്, മലയാളത്തിൽ ഇറങ്ങിയ സമയത്ത്, നേക്കഡ് ഏപ്പ്, നഗ്നവാരൻ എന്ന് പറയുന്ന പുസ്തകം. അത് എം ടി എഡിറ്ററായ ശേഷം ഉണ്ടായിട്ടുള്ള സമയത്ത് കുഞ്ഞികൃഷ്ണനാണ് എം ടിയോട് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്, ഇങ്ങനൊരു പുസ്തകം വന്നിട്ടുണ്ട്. ആ പുസ്തകം എം ടിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. എം ടി അത് വായിക്കുന്നു. വായിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പരമ്പരയായി മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പം കേവലമായിട്ടുള്ള സാഹിത്യത്തിൻ്റെയോ അതും മലയാള സാഹിത്യത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലെ സാഹിത്യത്തിൻ്റെയോ മാത്രം തലത്തിൽ നിന്ന് പുറത്തു കടന്ന് വിശാലമായ അർത്ഥത്തിൽ നമ്മുടെ ലോകത്തെ സ്വാധീനിച്ച വിഷയങ്ങൾ, കാര്യങ്ങൾ, അതിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ആ ഒരു മാർഗത്തിലൂടെ ആ ഒരു സംവേദനക്ഷമത മലയാളിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമം എം ടിയുടെ ഭാഗത്തു. ഈ നഗ്നവാരൻ എന്ന് പറയുന്ന പുസ്തകം അത് ഒരേ സമയം ജീവശാസ്ത്രപരമായിട്ടുള്ള പുസ്തകമാണ്, ഒരേ സമയം നരവംശാസ്ത്രപരമായിട്ടുള്ള പുസ്തകമാണ്, ഒരേ സമയം സാമൂഹിക ശാസ്ത്രപരമായിട്ടുള്ള പുസ്തകമാണ്. ഈ ധാരകളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡെസ്മണ്ട് മോറിസിൻ്റെ ആ സമയത്ത് ലോകം മുഴുവൻ ഐക്കണിക്കായി മാറിയ പുസ്തകത്തിൻ്റെ തർജ്ജമ മലയാളത്തിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരുത്തുക എന്നുള്ളത് എം ടി എന്ന് പറയുന്ന ലിറ്റററി എഡിറ്ററുടെ ഒരു കോൺട്രിബ്യൂഷനായിരുന്നു. ഇത് ആന്ത്രപ്പോളജിയോ ബയോളജിയോ അതുപോലെ സോഷ്യോളജിയോ മാത്രമല്ല, സമാനമായ രീതിയിൽ ലോകം മുഴുവൻ കൊണ്ടാടപ്പെട്ട മറ്റൊരു പുസ്തകമാണ് 1, 2, 3 ഇൻഫിനിറ്റി എന്ന് പറയുന്ന ജോർജ് ഗാമോവിൻ്റെ പുസ്തകം. അത് ഇന്ന് നമ്മൾ കാണുന്ന ബഹിരാകാശ ഗവേഷണത്തെ സംബന്ധിച്ചും ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ അവസ്ഥകളെപ്പറ്റിയുള്ള ഇപ്പോഴത്തെ അവസ്ഥകളെപ്പറ്റിയുള്ള ഒരു വളരെ സവിശേഷമായ ഒരു അടയാളപ്പെടുത്തലായിരുന്നു 1, 2, 3 ഇൻഫിനിറ്റി. ആ 1, 2, 3 ഇൻഫിനിറ്റിയും കടന്നു വരുന്നത് ഇതേ രീതിയിൽ എം ടിയുടെ പത്രാധിപത്യത്തിൽ മാതൃഭൂമി നിൽക്കുന്ന സമയത്താണ് അതും ഒരു പരമ്പരയായിട്ട് കടന്നു വരുന്നത്. പക്ഷെ കഴിഞ്ഞില്ല.
ഇത് ഒരു തരത്തിൽ ഈ പാശ്ചാത്യമായ സംവേദനക്ഷമതയും പാശ്ചാത്യികമായ ആധുനികതയുടെ മൂല്യങ്ങളെയും നമ്മുടെ സ്വകീയമായ മൂല്യങ്ങളുമായിട്ട് എങ്ങനെ ഇഴുക്കിച്ചേർക്കാം എന്നുള്ളതിൻ്റെ മറ്റൊരു തലം MTയുടെ സാഹിത്യ പത്രപ്രവർത്തനത്തിൽ കാണാം. ആ മറ്റൊരു തലം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഗ്നവാനരൻ വന്നു കഴിയുന്ന സമയത്ത് തന്നെയാണ്, അതിന് തുടർച്ചയായിട്ട് തന്നെയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ എന്ന് പറയുന്ന ആ ഒരു ബിംബം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് പറയുന്ന ആ ബിംബം എന്ത് തരത്തിൽ ഉള്ള ഒരു മാനവികാവസ്ഥയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതിന് നമ്മുടെ മലയാളിയുടെ സ്വകീയമായ ആധുനികതയുമായി അതിനുള്ള അഗാധമായ ബന്ധങ്ങൾ എന്തൊക്കെയാണ്, അതെന്തൊക്കെ തലത്തിലാണ് അത്തരത്തിലുള്ള ഒരു മതപരമായ ബിംബം, സാമൂഹികമായ ബിംബം എങ്ങനെയാണ് അത് മനുഷ്യാവസ്ഥകളെയും സമൂഹത്തെയും സ്വാധീനിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള അനുരണനങ്ങളിലാണ് അത്തരത്തിലുള്ള ഒരു ബിംബത്തെ നമ്മൾ സ്വായത്തമാക്കുന്നതിലൂടെ മലയാളി എന്ന് പറയുന്ന സമൂഹത്തിനുണ്ടാവുന്നത്. ഇങ്ങനെ ഉള്ള വ്യത്യസ്തമായ തലങ്ങളിൽ ഒരേ സമയം പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യ പത്രാധിപത്യമായിരുന്നു MTയുടേത്. അതിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലുകളായിട്ട് നമ്മൾ പിൽക്കാലത്ത് കണ്ടിട്ടുള്ളത് യയാതിയുടെ തർജ്ജമ നമ്മുടെ മാതൃഭൂമിയിൽ പരമ്പരയായിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു നൈരന്തര്യം MTയുടെ ഈ പറഞ്ഞ സാഹിത്യ പത്രപ്രബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. പുതിയ കാലത്തേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെ ഭാഷാപരമായ മാറ്റങ്ങളെ, ഇതെല്ലാം ഈ ഹെമിംഗ്വേ എന്ന് പറയുന്ന പത്രാധിപർ ഉണ്ടാക്കിയിട്ടുള്ള ഗാറ്റ്സ്ബി എന്ന് പറയുന്ന സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ കാലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ആഫ്റ്റർ ദ ഗാബി എന്ന് പറയുന്ന വളരെ ഐക്കണിക്കായിട്ടുള്ള ഒരു പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതുപോലെ കേവലം കുറച്ച് എഴുത്തുകാരെ കണ്ടെത്തുക എന്നത് മാത്രമല്ല, 1920കളിലെ സാഹിത്യ നായകന്മാരായിരുന്ന ഹെമിംഗ്വേയും ഫിറ്റ്സ്ജെറാൾഡുമൊക്കെ ചെയ്തത്, അവർ ഒരു പുതുതലമുറയെയും ഒരു പുതു സംവേദനക്ഷമതയെയും വാർത്തിയെടുക്കുകയായിരുന്നു. കേരളത്തിൽ എങ്ങനെയാണ് ഈ പുതുതലമുറയും പുതു സംവേദനക്ഷമതയും വാർത്തിയെടുത്തത് എന്നുള്ളതിനെ പറ്റിയുള്ള 2 അനുഭവ സാക്ഷ്യങ്ങൾ മാത്രം നമ്മുടെ മുമ്പിൽ മാത്രം മതി. NS മാധവൻ 1970-ലാണ് അദ്ദേഹത്തിന് മാതൃഭൂമിയുടെ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. ശിശു എന്ന് പറയുന്ന കഥയ്ക്കാണ് സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. മാധവൻ പിന്നീട് എന്നോട് പറഞ്ഞിട്ടുള്ളത്, ആ കഥ എഴുതപ്പെട്ടത് ആ സമയത്ത് വ്യവസ്ഥാപിതമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മാതൃകയിലല്ല ആ കഥ എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ കഥ സമർപ്പിക്കുമ്പോൾ മാധവന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, MTയുടെ പ്രസിദ്ധമായ മൗനം, ആൾക്കാരുമായിട്ടുള്ള ഇടപഴകുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ വൈമുഖ്യം എന്ന് തോന്നുന്ന ഒരവസ്ഥ, ഇതൊക്കെ കാരണം അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പുതിയ സങ്കേതത്തെ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്ന സംശയം NS മാധവൻ ഉണ്ടായിരുന്നു. പക്ഷെ മാധവൻ പറയുന്നു, ആ അവാർഡ് കിട്ടിയതിന് ശേഷം മാധവനുമായിട്ടുള്ള ഇടപെടലിൽ MT വളരെ ചെറിയ സൂചനകളിലൂടെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം അനുവർത്തിച്ച പുതിയ സംവേദന രീതി, ആ പുതിയ ടെക്നിക്, പുതിയ ലിറ്റററി ടെക്നിക്, അത് MTക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷേ ഈ ഒരു കാണൽ, ഈ ഒരു നോട്ടം, അത് 1970കളിൽ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തിന് മാതൃഭൂമിയുടെ ഈ പറഞ്ഞ കഥാമത്സരത്തിലെ അവാർഡ് കിട്ടിയതിന് ശേഷം ആ വർഷം തന്നെയാണ് MTക്ക് ജ്ഞാനപീഠം കിട്ടുന്നത്. അപ്പം അതിനെപ്പറ്റി പറയുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രൻ തന്നെ ഞെട്ടിപ്പോവുകയാണ്. ഫെമിന MTക്ക് ജ്ഞാനപീഠം കിട്ടിയതിന് തുടർച്ചയായിട്ട് ഫെമിന എന്ന് പറയുന്ന മാസിക, ഫെമിനയാണ് ഫിലിം ഫെയർ എന്ന് പറയുന്ന മാസിക, അവർ ഒരു പ്രത്യേക പതിപ്പ് ഇറക്കുകയാണ്. MTക്ക് ജ്ഞാനപീഠം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്രകാരൻ കൂടിയായ MTക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക പുരസ്കാരം, പ്രത്യേക പതിപ്പ് ഇറക്കുകയാണ്. ആ പ്രത്യേക പതിപ്പിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, താങ്കൾ പ്രതിനിധാനം ചെയ്ത ഒരു വളരെ സ്ഫോടനാത്മകമായ, ക്രിയാത്മകമായ ഒരു കാലം മലയാള സാഹിത്യത്തിനുണ്ടായിരുന്നു, ചെറുകഥാ സാഹിത്യത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ സമാനമായ സ്ഫോടനങ്ങൾ, സമാനമായ ക്രിയാത്മകമായിട്ടുള്ള പുതിയ ഉദയങ്ങൾ ഇല്ലെന്ന് തോന്നുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് MTയുടെ മറുപടി, നോ ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഇംഗ്ലീഷിൽ അച്ചടിച്ചു വന്ന മറുപടിയാണ്, നോ ദാറ്റ്സ് നോട്ട് റൈറ്റ്, വി ക്യാൻ സ്റ്റിൽ സീ ലോട്ട് ഓഫ് സ്പാർക്സ് ഹിയർ ആൻഡ് ദെയർ. എന്നിട്ട് സുഭാഷ് ചന്ദ്രൻ്റെ പേരെടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലായിടത്തേക്കും തുറന്നു വച്ചിട്ടുള്ള, എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന, അതായത് ഞാൻ നേരത്തെ നേക്കഡ് ഏപ്പിൻ്റെ കാര്യം പറഞ്ഞു, 1, 2, 3 ഇൻഫിനിറ്റിയുടെ കാര്യം പറഞ്ഞു, പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ കാര്യം പറഞ്ഞു. ഈ രീതിയിൽ ഉള്ള ഒരു സമഗ്രമായ തലത്തിലുള്ള ഒരു അന്വേഷണം, ആ അന്വേഷണമായിരുന്നു MTയുടെ സാഹിത്യ പത്രപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ആ ശക്തിയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ഈ സാഹിത്യത്തിലെ പൊതുനാമ്പുകളെ, അതിപ്പോൾ സുഭാഷ് ചന്ദ്രനായാലും സന്തോഷ് കുമാർ ആയാലും TD രാമകൃഷ്ണൻ ആയാലും സക്കറിയ ആയാലും NS മാധവനായാലും, ഇപ്പോൾ വൈശാഖ മാഷ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് MT ആണെന്ന് ഞാൻ ഇന്നാണ് ഞാനത് ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം, ഈ രീതിയിൽ തലമുറകളിലൂടെ പടർന്നു പോകുന്ന ഒരു സവിശേഷമായ സംവേദനക്ഷമതയും സമഗ്രമായ താല്പര്യങ്ങളിൽ, അതായത് സാഹിത്യം എന്ന് പറഞ്ഞാൽ കേവലം സാഹിത്യം മാത്രമല്ല, സാഹിത്യം എന്നാൽ ജീവിതം തന്നെയാണ്. അല്ലെങ്കിൽ പത്രപ്രവർത്തനത്തിൻ്റെ തലത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സമഗ്രമായ സ്ഥായിയായ സംഭാവനകൾ, സാമൂഹിക സംഭാവനകൾ നൽകാൻ പറ്റുന്ന പത്രപ്രവർത്തന മാർഗം, പത്രപ്രവർത്തന രീതി എന്ന ചോദ്യത്തിന് VR കൃഷ്ണയ്യർ പറഞ്ഞ മറുപടിയെ MT, അതൊരു പക്ഷേ MTയോട് അത് ആരും പറഞ്ഞു കാണില്ല, പക്ഷേ അത് സ്വന്തമായി തന്നെ തിരിച്ചറിയുകയും, അത് തിരിച്ചറിയാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഉപാധികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കുകയാണ്. അത് അദ്ദേഹം മാനസഗുരുവായി കണ്ടിരുന്ന ഏണസ്റ്റ് ഹെമിംഗ്വേയുടെയും ആ രീതിയിലുള്ള പത്രപ്രവർത്തനത്തെയും സാഹിത്യ പത്രപ്രവർത്തനത്തെയും ഒരുപോലെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന, ഹെമിംഗ്വേയുടെ ജീവിതത്തിൽ അദ്ദേഹം യുദ്ധങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള, യുദ്ധങ്ങൾ കവർ ചെയ്തിട്ടുള്ള ആളാണ്. MTക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വൈക്കേരിയസായ ജീവിതം, അദ്ദേഹത്തിന് ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന ഒരു ജീവിതം ഹെമിംഗ്വേയുടെ ജീവിതമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഹെമിംഗ്വേയെ പോലെ ഉള്ള ഒരു തൻ്റെടിയും ധിക്കാരിയും ഒക്കെ ആയിട്ട് സ്വയം അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഹെമിംഗ്വേയുടെ MTയുടെ അയൽനാട്ടുകാരി കൂടിയായ മാധവിക്കുട്ടി അവർ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്, അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള സമഗ്രമായ അർത്ഥത്തിലുള്ള ഒരു സാമൂഹിക പരിപ്രേക്ഷ്യം, എല്ലാ തരം വിഷയങ്ങളിലുമുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള അതിനോടുള്ള ഒരു ആഭിമുഖ്യം, ആ ആഭിമുഖ്യത്തെ സാഹിത്യത്തിൻ്റെ തലത്തിൽ, നിത്യജീവിതത്തിൻ്റെ തലത്തിൽ ഒക്കെ അന്വേഷണ വിധേയമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള MT എന്ന് പറയുന്ന ഒരു വലിയ ലിറ്റററി എഡിറ്ററുടെ
കടന്നുവരവ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ള കാര്യം. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഈ സാഹിത്യ പ്രവർത്തനം മലയാളികളെ സ്വാധീനിച്ചത്, എങ്ങനെയാണ് ഈ സാഹിത്യ പ്രവർത്തനം ശരാശരി മലയാളികളുടെ ജീവിതത്തെ സ്പർശിച്ചത്? അവിടെ നമ്മൾ MT എന്ന് പറയുന്ന MTയുടെ സാഹിത്യ പത്രപ്രവർത്തനത്തിലെ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം പത്രാധിപരായിരിക്കുന്ന സമയത്ത് ഒരിക്കലും അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന ഒരു ലേഖനമോ അദ്ദേഹം എഴുതിയ ഒരു കഥയോ നോവലോ പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമൂഹത്തിന് മുകളിൽ സ്വാധീനത്തിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ സ്വന്തം ആത്മഗൗരവം. ആ ആത്മഗൗരവത്തെ അഹങ്കാരമായോ സ്വയം പ്രകീർത്തനമായോ അവതരിപ്പിക്കാതിരിക്കാനുള്ള നിയന്ത്രണം, അതും ആധുനികതയുടെ പുതിയ മൂല്യങ്ങളുമായിട്ട്, ആധുനികതയുടെ ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടുള്ള ഒരു അസ്തിത്വമായിരുന്നു. ആ അസ്തിത്വമാണ് MT എന്ന് പറയുന്ന സാഹിത്യ പത്രാധിപരെ അടയാളപ്പെടുത്തിയത്. MT പത്രാധിപരായിരിക്കുന്ന സമയത്ത് MTയെ നേരിട്ട് പരാമർശിക്കുന്ന ഒരു ലേഖനം അച്ചടിക്കപ്പെട്ടത് ഒരേ സമയത്ത് മലയാളത്തിൽ ഇറങ്ങിയ 2 പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്ന് MTയുടേതും ഒന്ന് OV വിജയൻ്റെതുമാവുകയും MTയുടെ പുസ്തകം എനിക്കത്ര ബോധിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പുസ്തകമായിരുന്നു എന്ന് KP നിർമ്മൽകുമാർ എഴുതിയ സമയത്ത് അത് മാതൃഭൂമിയുടെ പത്രാധിപരായിട്ടുള്ള MT അച്ചടിക്കുമ്പോഴാണ് നമ്മൾ ഈ രീതിയിലുള്ള ആത്മഗൗരവം ഒരേ സമയം ആത്മഗൗരവം അടിവരയിടുകയും എന്നാൽ അത് സ്വയം പ്രകീർത്തനമായി മാറാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. കാലം മാതൃഭൂമിയല്ല പ്രസിദ്ധീകരിച്ചത്. ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകരിക്കുകയും ആ രണ്ടും പ്രസിദ്ധീകരിച്ച സമയത്ത് KP നിർമ്മൽകുമാർ എഴുതുന്നു, കാലം എന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചില്ല, എന്നാൽ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. ഇത് അച്ചടിക്കുന്ന പത്രാധിപർ കാലത്തിൻ്റെ രചയിതാവായ MT വാസുദേവൻ. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ രീതിയിൽ പല തലങ്ങളിലുള്ള ആധുനികതയുടെ ധാരകളെ, ഉദാത്തമായ ധാരകളെ, ആധുനികത എന്ന് പറയുന്നത് പലപ്പോഴും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സംജ്ഞയാണ്. പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ പാശ്ചാത്യ ആധുനികതയിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഉയർന്ന മൂല്യങ്ങളെ, പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ പാശ്ചാത്യ രാജ്യത്ത് കണ്ടിട്ടുള്ള ആധുനികതയുടെ മറുവശങ്ങളെ, മോഡേണിറ്റിയുടെ ഡിസ്കണ്ടൻസ് എന്ന് പറയുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഒരുപാട് കാണുകയുണ്ടായി. പക്ഷേ ഇതിനെ ഒക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അതിനെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു സന്തുലിതമായ അവസ്ഥയിലേക്ക്, ഒരു ബാലൻസിലേക്ക് നടത്തിക്കൊണ്ടുള്ള ഒരു സാഹിത്യ പത്രപ്രവർത്തനമായിരുന്നു MTയുടേത്. അതിൽ ഒരേ സമയം ഒരിക്കൽ കൂടി ഫ്രാൻസിസ് ബേക്കനെ കൃഷ്ണയർ ഉദ്ധരിച്ച രീതി പറയുകയാണെങ്കിൽ, വായന, സംവേദനം, സംഭാഷണം, സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വിവരാന്വേഷണത്തിൻ്റെയും ഒക്കെ ഉള്ള എല്ലാ തലങ്ങളിലുമുള്ള ധാരകളെ ഉൾക്കൊള്ളാനുള്ള ഒരു തയ്യാറെടുപ്പും അത് ഉൾക്കൊള്ളാനുള്ള അദമ്യമായ പരിശ്രമവും, അതോടൊപ്പം എല്ലാം സ്വന്തമായി എഴുതിക്കൊണ്ട് സ്വന്തം ബോധ്യങ്ങളെ അടിവരയിടുന്ന ഒരു സാഹചര്യവും, ഇതോടെല്ലാം ഒപ്പം ഏറ്റവും ഉദാത്തമായ
ഒരു തരത്തിലും നിയന്ത്രിക്കപ്പെടാത്ത, ഒരു തരത്തിലും പിടിച്ചുവെക്കപ്പെടാത്ത തരത്തിലുള്ള സ്വയം വിമർശനത്തിന് ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി, ഒരു സംസ്കാരം, ഇതാണ് MT എന്ന് പറയുന്ന സാഹിത്യ പത്രാധിപരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധാരകൾ. ഈ കാലത്ത് ഈ തരത്തിലുള്ള ഒരു ധാര തുടരേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിയുന്ന കുറച്ചു ചില സാഹിത്യ പത്രാധിപന്മാരെങ്കിലും നമുക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും MTയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കടന്നുപോക്കുമൊക്കെ ഇത്തരത്തിലുള്ളൊരു മൂല്യങ്ങളെ അടിവരയിടാൻ തന്നെയാണ് സഹായിച്ചിട്ടുള്ളത്. ആ അടിവരയിടൽ നമ്മുടെ ചില സാഹിത്യ പത്രാധിപന്മാരുടെ ഉള്ളിലേക്കെങ്കിലും കടന്നുപോയിട്ടുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ MTക്കുള്ള ഒരു പ്രധാനപ്പെട്ട സിദ്ധി, അതും സാഹിത്യ പത്രപ്രവർത്തനത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്നാണ് MT എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. അതായത് MT എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല, ഇപ്പം ആംഗ്യങ്ങളിലൂടെ ഒക്കെ സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. ഒരിക്കലല്ല, 1-2 പ്രാവശ്യം ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഈ പറഞ്ഞ രീതിയിൽ 57-ൽ സബ്-എഡിറ്ററായി മാതൃഭൂമിയിൽ ചേർന്ന് കഴിഞ്ഞ് പിന്നീട് NV കൃഷ്ണകുമാരനെ പോലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷേ അവരൊക്കെ വേറെ പല തിരക്കുകളുള്ള ആൾക്കാരാണ്. അപ്പം പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന മറ്റ് സഹപ്രവർത്തകരുണ്ടെങ്കിലും അവരുടെ ഇടയിൽ കൂടെ 2-3 ആൾക്കാരുടെ പണിയെടുക്കേണ്ടി വരും. പിന്നീട് MT സ്വയം പത്രാധിപരായ സമയത്തും MTക്ക് ഇതേ രീതിയിലുള്ള പ്രവർത്തനം നടത്തേണ്ടി വന്നു. അപ്പോൾ ആ സമയം ഈ അദ്ദേഹത്തിൻ്റെ സാഹിത്യ പത്രപ്രവർത്തനത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് ആൾക്കാർ വന്ന് കമ്പനി അടിക്കാൻ വരുന്ന ആൾക്കാരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സമയമുണ്ടായിരുന്നില്ല. അങ്ങനെ സ്വന്തം തല പൂർണ്ണമായിട്ടും തൻ്റെ മുന്നിലുള്ള പേപ്പറിലേക്കും താൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഖനങ്ങളിലേക്കും കഥകളിലേക്കും ഒക്കെ ചുരുക്കേണ്ടി വന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം ആൾക്കാരുമായിട്ടുള്ള സംഭാഷണം നിർത്തുകയും അത് കുറച്ച് കൊണ്ടുവരികയും അത് പിന്നീടൊരു സ്വഭാവമായി മാറുകയും ചെയ്തു എന്ന്. അപ്പോൾ ഈ ഒരു സ്വഭാവം കൂടി ഇന്നത്തെ കാലത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ഉൾക്കൊള്ളലിലാണ് MT പ്രതിനിധാനം ചെയ്ത ഏറ്റവും ഉദാത്തമായ സാഹിത്യ പത്രാധിപത്യത്തിൻ്റെ മൂല്യങ്ങളും മാർഗങ്ങളും നമുക്ക് സ്വായത്തമാവുക. പക്ഷേ 24 മണിക്കൂർ ടെലിവിഷൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ കാലത്ത് ഈ ഒരു മൗനത്തെ കൂടെ നമുക്ക്, മൗനം എന്ന് പറഞ്ഞാൽ വളരെ അർത്ഥഗർഭമായ വലിയ രീതിയിലുള്ള തലങ്ങളുള്ള, വലിയ ആഴങ്ങളുള്ള, ഒരേ സമയം വലിയ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു മൗനത്തെ കൂടി നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുമോ എന്ന ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. MT എന്ന് പറയുന്ന സാഹിത്യ പത്രാധിപരുടെ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു വിശാലമായ, MTയെ പറ്റി നമ്മൾ എന്ത് പറയുന്ന സമയത്തുമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ MTക്ക് ഒരു മുഖം അല്ല. MTയുടെ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും അത് ബഹുതലങ്ങളിൽ ബഹുതലസ്പർശിയായി വളരുന്ന ആ പ്രതിഭയുടെ ബഹുമുഖത്വം, അതിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള അതിൻ്റെ അവസ്ഥകൾ, അത് പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുകയും അത് പൂർണ്ണമായിട്ടും നമ്മൾക്ക് ഏതെങ്കിലും ഒരു വട്ടത്തിൻ്റെ അടുത്തൊരു സ്ട്രക്ചറിൻ്റെ അകത്ത് അവതരിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് ഞാൻ എൻ്റെ അവതരണവും അതുപോലെ കുറച്ച് ഇന്ത്യയിലും കുറച്ച് വിദേശത്തും കുറച്ച് കേരളത്തിലും കുറച്ച് പറശ്ശിനിക്കടവിലും അങ്ങനെ കുറച്ച് അദ്ദേഹത്തിൻ്റെ സ്വയം വിമർശനപരമായിട്ടുള്ള ധാരകളിലേക്കുമൊക്കെ കടന്നു പോകുന്ന ഒരു സ്റ്റക്കാറ്റോ ആയിട്ടുള്ള ഒരു അവതരണമായിരുന്നു. പക്ഷേ തീർച്ചയായും MT എന്ന് പറയുന്ന സാഹിത്യ പത്രാധിപരുടെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ പത്രാധിപത്യത്തെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും നിശ്ചയിച്ചിട്ടുള്ള പല ഘടകങ്ങളിൽ ഇതെല്ലാം ഉൾപ്പെടുന്നു. ഇതെല്ലാം അവിടെ ഇവിടെ പറഞ്ഞു പോവുകയാണ് ഞാൻ ചെയ്തത്. ഇതിനെല്ലാം നിങ്ങൾ ഒന്നിച്ച് ചേർത്ത് സാകല്യ അവസ്ഥയിൽ MTയുടെ ജീവിതത്തെ നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ
MT സാഹിത്യപത്രാധിപർ എന്ന ഈ സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. ഈ സെഷനിൽ മുഖ്യപ്രഭാഷണം നടത്തിയ വെങ്കടേഷ് രാമകൃഷ്ണൻ തുഞ്ചസ്മാരക ട്രസ്റ്റിൻ്റെ അഗൈതവമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം സ്വാഗതം പറഞ്ഞ അഡ്വക്കേറ്റ് M. വിക്രമകുമാറിനും അഗൈതവമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇതോടുകൂടി ഈ സെഷൻ അവസാനിക്കുകയാണ്.